ഹലോ ഗൈസ്, പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. സോ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഹാർവെസ്റ്റ് ഡേ ആണ്. ഇവരൊക്കെ ഇന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ഇവനെയും വെട്ടും അവനെയും വെട്ടും, അപ്പുറത്തുള്ള നമ്മുടെ പാലക്കിനെയും പൊക്ചോയിനൊക്കെ വെട്ടാൻ പോവുകയാണ്. സോ ഇന്ന് നമുക്ക് അലാ ഗ്രീൻസിന് സപ്പോർട്ടിന് വേണ്ടി ആൾക്കാരൊക്കെ വരുന്നുണ്ട്. സോ അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും അവരൊക്കെ വെട്ടെ, എന്നിട്ട് കട്ട് ചെയ്യാൻ മതി എന്നാണ് പറഞ്ഞത്. സോ എന്തായാലും അവരെത്തി കഴിഞ്ഞിട്ട് ഇത് കട്ട് ചെയ്യുമ്പോൾ ഒക്കെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ അങ്ങനെ എല്ലാവരും വന്ന ശേഷം എൻ്റെ ഈ സൈഡിൽ നിൽക്കുന്നത് എൻ്റെ ഫാമിൻ്റെ ഓണറാണ്. സോ ഇവിടെ ഇപ്പുറ സൈഡിൽ നിൽക്കുന്നത് ദിയാണ്. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. എല്ലാ ഗ്രീൻസിൻ്റെ ഒരു വൺ ഓഫ് ദി മെയിൻ മെമ്പറാണ്. അപ്പോൾ നമ്മളിത് അങ്ങനെ ലൊല്ലോ ബയോണ്ട ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഓരോന്നായിട്ട് ഇങ്ങനെ ഹാർവെസ്റ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ സാറ് പറയാണ് ചെറിയ ഇല ഒന്നും കളയേണ്ട, എല്ലാം എവറിത്തിങ് ഇസ് പ്രഷ്യസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിത് ഇങ്ങനെ ബാസ്ക്കറ്റിലേക്ക് ഇടുകയാണ്. അതിനുശേഷം ഇവിടെ ദിയ നമ്മുടെ ബൊക്ചോയ് ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ദിയയുടെ ബാക്കിൽ നിൽക്കുന്നത് നമ്മുടെ ഇളാ ഗ്രീൻസിൻ്റെ വൺ ഓഫ് ദി ഫൗണ്ടറാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് കട്ട് ചെയ്യുകയാണ്. പിന്നെ ഇപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് ഇളാ ഗ്രീൻസിൻ്റെ മെയിൻ മാർക്കറ്റിംഗ് ഹെഡ്, നമ്മുടെ ഡോണയ്ക്ക് ശേഷം പുതിയതായിട്ട് വന്നിട്ടുള്ള കാർത്തികയായിരുന്നു. പിന്നെ നമ്മളങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ അടിപൊളിയായിട്ട് ഓക്ക് ലീഫും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. അത് നമ്മളല്ലല്ലോ ബയോണ്ടിക്ക് ശേഷം ഓക്ക് ലീഫ് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഫ്രണ്ടിൽ നിൽക്കുന്നത് നമ്മുടെ കെയിലാണ്. സോ അത് അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് കട്ട് ചെയ്യാനായിട്ടുള്ള കെയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ദിയ അടുത്ത സെറ്റും കൂടി ലല്ലോ ബയോണ്ട കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാം കട്ട് ചെയ്ത ശേഷം ഇനി നമുക്ക് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യുമ്പോൾ 1 കിലോയിൽ കൂടുതലുണ്ട്. പിന്നെ നമ്മൾ ഇതൊക്കെയാണ് എടുത്തത്. നമ്മുടെ ഓണിയൻ ഷൂട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു, സ്പ്രിംഗ് ഓണിയൻ, പിന്നെ ബൊക്ചോയ്, പാലക്ക്, ഓക്ക് ലീഫ്, റെഡ്. അങ്ങനെ അതിന് ശേഷം നമ്മൾ ബോക്സ് പ്രിപ്പയർ ചെയ്യാണ്. മൈക്രോ ഗ്രീൻസ് റെഡിയാക്കി. അങ്ങനെ ഇതാണ് നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് വെച്ച നമ്മുടെ സംഭവങ്ങളൊക്കെ തന്നെ. അങ്ങനെ നമ്മളെ പെട്ടികളും റെഡിയായി, മൈക്രോ ഗ്രീൻസ് റെഡിയായി. ഇനി ഓരോന്നായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയാണ്. സോ ലല്ലോ ബയോണ്ടിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് നോക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ബോക്സ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ബോക്സിൻ്റെ മുകളിൽ നമ്മൾ റെസിപ്പി കാർഡും താങ്ക് യു ഫോർ സബ്സ്ക്രൈബിംഗ് എന്നൊക്കെ എഴുതിയിട്ട് നമ്മളിത് സ്ലീവൊക്കെ ഇട്ട് സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഡെലിവറി ബോയ് വന്നു കഴിഞ്ഞാൽ നമ്മളിത് എടുത്ത് കൊടുക്കുന്നതായിരിക്കും. സോ ഈ ഒരു ബാഗിലാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ ഇത് ഡെലിവറി ബോയ് വന്ന് നമ്മൾ ഇട്ട് കൊടുത്ത് ആൾ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹാർവെസ്റ്റിങ്ങും പാക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് നമ്മൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. സംഭവം കൊടുത്തു വിട്ടത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ അങ്ങനെ നമ്മുടെ അടുത്ത ആഴ്ചത്തേക്കുള്ള ചിക്കറിയും സാധനങ്ങളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ഫസ്റ്റ് ഹാർവെസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഡെലിവറി സക്സസ്ഫുള്ളി നമ്മൾ നടത്തിയിരിക്കുകയാണ് ഗൈസ്. സോ അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. സോ കുറച്ചധികം വീഡിയോസ് എടുത്തിട്ടുണ്ട് പലരായിട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ബോക്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു ഞാൻ ഇവിടുത്തെ സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ ഇവിടെ ഉള്ളവരൊക്കെ ഇനിയിപ്പോൾ അടുത്തടുത്ത ആഴ്ചകളിൽ നമ്മൾ ഇതുപോലെ ഒക്കെ സെറ്റ് ചെയ്തിട്ട് അയക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഒരാഴ്ച ഹാർവെസ്റ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും കാണിച്ചു തരുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്ന് പറയും മുമ്പ് ചെറുതായിട്ട് ഫുഡ് ഇന്ന് കൊണ്ടുവന്നില്ല, നേരത്തെ വന്നുകൊണ്ട്. സോ നമുക്ക് പോണ വഴി ഫുഡ് അടിക്കാം. ഫുഡ് അടിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സോ ഗൈസ്, ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് ലഞ്ച്. ലഞ്ച് കഴിക്കുന്ന സമയം എത്രയും ഞാൻ കാണിച്ചു തരാം കേട്ടോ. 3:30 ആയിട്ടുണ്ട്. സോ ഇന്നത്തെ ഇവിടുത്തെ പണികൾ ഒരുവിധം ഞാൻ ഒതുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തന്നെ എൻ്റെ വയറ് കത്തിപ്പൊട്ടി തെറിക്കും. സോ എന്തായാലും പോയി ഫുഡ് അടിക്കാം. നമ്മൾ വയലിന് വരെയൊക്കെ ഫുഡ് അടിക്കാം. അങ്ങനെ നമ്മൾ സദേൺ പവലിയൻ നമ്മുടെ നടത്തറ സിഗ്നലിൻ്റെ അടുത്തുള്ളടത്താണ്. സോ ലൊക്കേഷൻ കൊള്ളാം. ഓപ്പൺ കിച്ചണും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ നമ്മുടെ തൃശ്ശൂർ നിന്നൊരു പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെയാണ്. കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചിക്കൻ ബിരിയാണി. എന്ന് കുറേ നാളായി കഴിച്ചിട്ട്. സോ ലെറ്റ്സ് ഹാവ് ചിക്കൻ ബിരിയാണി. നല്ല ജീരകശാല റൈസൊക്കെ ഇട്ടിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ്. കൊള്ളാം ഗൈസ്. കുഴപ്പമില്ലാത്ത നല്ല ബിരിയാണിയാണ്. റേറ്റും കൂടി നോക്കിയാണ് റേറ്റ് എത്രയെന്ന് അറിയില്ല. ബിരിയാണി കഴിച്ച് തിരിച്ച് വീട്ടിലെത്തി. ബിരിയാണിക്ക് 160 രൂപ ഇച്ചിരി കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമുക്ക് വേറെ സംഭവങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ ആൻറ്റി നമ്മുടെ കസിൻ തന്നെയാണ്. ആളുടെ ഹൈഡ്രോപോണിക്സ് ഫാമും കാര്യങ്ങളും ലെറ്റ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഒരു ബോക്സ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സാമ്പിൾ ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇത് എന്തായാലും കൊണ്ടുപോയി കൊടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ആൻറ്റിക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അവർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. നാളെ അടിപൊളി വ്ളോഗായിരുന്നു. എല്ലാവർക്കും